നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ എംഎൽഎ കെ രാമചന്ദ്രന്റെ മകനെ ജോലി നഷ്ടമായതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ജോലിയും നഷ്ടമായേക്കുമെന്ന് നിയമവൃത്തങ്ങൾ. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ സുപ്രീം കോടതി വിധി തീർച്ചയായും പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 9 ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. ലോകായുക്ത ഈ കേസ് തള്ളിയതിനെ തുടർന്നാണ് ഹർജിക്കാരനായ RS ശശികുമാർ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. സുപ്രീം കോടതി വിധി പറഞ്ഞ കേസിന് സമാനമാണ് ഹൈക്കോടതിയിലുള്ള ഹർജിയും. ഹൈക്കോടതിയിൽ നിന്നും പ്രതികൂല പരാമർശമുണ്ടായാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ചില മുൻ മന്ത്രിമാർക്കുമെതിരെ സമർപ്പിച്ച പരാതി ലോകായുക്ത ഉപലോകായുക്തകൾ തള്ളിയ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത് കഴിഞ്ഞ ജാനുവരിയിലാണ്. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന AJ ദേശായിയും ജസ്റ്റിസ് VG അരുണും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി സ്വീകരിച്ചത്. പിണറായി വിജയന് നൽകിയ കത്തിന് പുറമെ മുൻ മന്ത്രിമാരായ AK ബാലൻ, E ചന്ദ്രശേഖരൻ, ഡോക്ടർ KT ജലീൽ, കടകംപള്ളി സുരേന്ദ്രൻ, MM മണി, മാത്യു T തോമസ്, J മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ, K രാജു, രാമചന്ദ്രൻ കടന്നപ്പള്ളി, TP എന്നിവർക്കും ബെഞ്ച് നോട്ടീസ് അയച്ചു. രാമകൃഷ്ണനും C രവീന്ദ്രനാഥ്, KK ശൈലജ, G സുധാകരൻ, P തിലോത്തമൻ, ഡോക്ടർ TM തോമസ് ഐസക് കേസിലെ പ്രതികളിൽ ഒരാളായ കേരള ലോകായുക്തയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. രാഷ്ട്രീയ പരിഗണനയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും അടിസ്ഥാനത്തിൽ CMDRF ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് 2018 ശശികുമാർ ലോകായുക്തയിൽ കേസ് ഫയൽ ചെയ്തത്. ദുരിതാശ്വാസത്തിന് അർഹതയില്ലാത്തവർക്കാണ് പണം നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. NCP നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് 8.5 ലക്ഷം രൂപയും അനുവദിച്ചതായി ശശികുമാർ പറഞ്ഞു. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അനുഗമിക്കുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപ സഹായധനം നൽകിയതായി ശശികുമാർ പറഞ്ഞു. 2018 സെപ്റ്റംബറിലാണ് ശശികുമാർ ഹർജി നൽകിയത്. തുടർന്ന് ലോകായുക്തയും ഉപലോകായുക്തയും പരാതി തള്ളുകയും CMDRFിൽ നിന്ന് പണം അനുവദിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. CMDRF ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് തെളിവുകളൊന്നുമില്ല. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി 3 ലക്ഷം രൂപ അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. ധനസഹായ രാഷ്ട്രീയ പ്രേരിതമാണെന്നതിന് തെളിവില്ല. ലോകായുക്ത കോടതി അന്ന് പറഞ്ഞു. ഇതിനെതിരെയാണ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി വിധി ഹൈക്കോടതി മാതൃകയാക്കിയാൽ മുഖ്യമന്ത്രി കസേര കുലുങ്ങും. ചട്ടങ്ങൾ മറികടന്ന് ഇഷ്ടക്കാരെ സർക്കാർ സർവീസിൽ തിരികെ കയറ്റിയ മന്ത്രിസഭാ തീരുമാനത്തിൽ ലഭിച്ച കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. അന്തരിച്ച മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകനെ ആശ്രിത നിയമനം നൽകിയ കേസാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് റദ്ദാക്കിയ നിയമനത്തിന് അംഗീകാരം ലഭിക്കാനാണ് സർക്കാർ സുപ്രീം കോടതിയിൽ പോയതും വീണ്ടും തിരിച്ചടി ഏറ്റുവാങ്ങിയതും. ഈ കേസുമായി സർക്കാർ സുപ്രീം കോടതിയിൽ പോയത് മണ്ടത്തരമായി. KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിനെ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഗസറ്റഡ് തസ്തികയിലാണ് ആശ്രിത നിയമനം നൽകിയത്. 2018 മന്ത്രിസഭ തീരുമാനിച്ച പ്രകാരമായിരുന്നു നിയമനം. ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കളെ വരെ സർക്കാർ ജോലികളിൽ നിയമിക്കുന്നതിലേക്ക് കാര്യങ്ങളെ െന്ന് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ച കേസിലാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. MLAയുടെ ആശ്രിതനെ ജോലി നൽകിയാൽ പരാതിക്കാരന് ദോഷമായി ഒന്നുമില്ലെന്നും പൊതു താൽപര്യ ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ സർക്കാരിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഈ നിയമനം അംഗീകരിക്കുന്നത് സർക്കാരിനെ കയറൂരി വിടുന്നതിന് തുല്യമാകുമെന്നും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിലേക്കും അതിലൂടെ സാമൂഹിക വിവേചനങ്ങൾക്ക് വഴി തുറക്കുമെന്നും കോടതി പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കുന്നത് സമത്വവും നിയമത്തിന്റെ തുല്യ സംരക്ഷണവും ലംഘിക്കുന്നതിന് തുല്യമാണെന്നും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ഭരണഘടനാ അവകാശത്തിന് നിഷേധമായിരിക്കുമെന്നും ജസ്റ്റിസ് S മണികുമാർ, ജസ്റ്റിസ് ഷാജി P ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. നീതിപൂർവവും നിഷ്പക്ഷവുമായ നിയമനം നടത്തുമ്പോൾ ഉദ്യോഗാർത്ഥിയുടെ സാഹചര്യം മാത്രമല്ല ഭരണഘടനയെയും സർക്കാർ ഉണ്ടാക്കിയ ചട്ടങ്ങളും ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ സ്വകാര്യ താല്പര്യം സംരക്ഷിക്കാനല്ല അധികാരം ഉപയോഗിക്കേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇഷ്ടാനുസരണം അസാധാരണമായ അധികാരം ഉപയോഗിക്കാനാവില്ല. സർക്കാർ ജോലി ഉറപ്പാക്കാൻ ആത്മാർത്ഥമായ തയ്യാറെടുപ്പ്, എഴുത്ത് പരീക്ഷ, അഭിമുഖം തുടങ്ങിയ നടപടികളിലൂടെ കടന്നുപോകണം. എന്നാൽ MLAയുടെ മകൻ എന്നത് പരിഗണിച്ചും ആശ്രിത നിയമനം വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലും ഇതെല്ലാം മറികടന്നെന്നും കോടതി പറഞ്ഞു. ഇത് സംബന്ധിച്ച് നിയമങ്ങൾ ലംഘിച്ചാണ് നിയമനം. ഇക്കാര്യത്തിൽ പൊതു താല്പര്യമില്ലെന്നും വ്യക്തിപരമായ പരിഗണന മാത്രമാണുള്ളതെന്നും കോടതി പറഞ്ഞു. ആശ്രിത നിയമനത്തിനായി സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിക്കാൻ വ്യവസ്ഥയില്ലെന്നും കോടതി വ്യക്തമാക്കി. മരിച്ച ഉദ്യോഗസ്ഥന്റെ ബന്ധുക്കളുടെ നിയമന കാര്യത്തിലേക്കാണെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ ചട്ടങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ആശ്രിത ജോലി അനുവദിക്കാനാവൂ എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നിയമനത്തിനെതിരെ ലോകായുക്തയിലും പരാതി ലഭിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭ നടത്തിയ നിയമനത്തിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലോകായുക്ത ഹർജി തള്ളുകയായിരുന്നു.
മുൻ MLA-യുടെ മകൻ എന്തടിസ്ഥാനത്തിലാണ് ആശ്രിത നിയമനം നൽകുന്നതെന്നാണ് സുപ്രീം കോടതി പ്രധാനമായി ഉന്നയിച്ച ചോദ്യം. എന്നാൽ മതിയായ യോഗ്യതകൾ പ്രശാന്തിനുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടിരുന്നത്. അതേസമയം പ്രശാന്ത് സർവീസിലിരുന്ന കാലത്ത് വാങ്ങിയിരുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കരുതെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ആശ്രിത നിയമനം സംബന്ധിച്ച് കൃത്യമായ സർവീസ് ചട്ടങ്ങൾ സംസ്ഥാനത്തുണ്ട്. കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടപ്രകാരം തസ്തിക സൃഷ്ടിച്ച് ഇത്തരത്തിലൊരു നിയമനം നടത്താൻ മന്ത്രിസഭയ്ക്ക് കഴിയുമോ എന്ന കാര്യവും സുപ്രീം കോടതി പരിശോധിച്ചു. ഒരു MLA-യുടെ മകന് ഇത്തരത്തിലൊരു നിയമനം നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നിയമനം റദ്ദാക്കിയത്. പൊതു താൽപര്യ ഹർജിയിൽ നിയമനം റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്നായിരുന്നു ഹർജിയിലെ പ്രധാന വാദം. നിയമനത്തിനായി പ്രത്യേക തസ്തിക രൂപീകരിക്കാൻ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. സംസ്ഥാനത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൌൺസിൽ CK ശശി എന്നിവർ ഹാജരായത്. R പ്രശാന്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ V ഗിരി, മുഹമ്മദ് സാദിഖ് എന്നിവരും ഹാജരായി. ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകനെ കാർത്തിക് ഹാജരായി. ലോകായുക്തയ്ക്ക് ഉപലോകായുക്തമാർക്കെതിരെ RS ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും പ്രതിസന്ധിയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും ഹൈക്കോടതി കേസ് ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുതെന്നും അതീവ ശ്രദ്ധയോടെ നീങ്ങണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയമകാര്യ വിദഗ്ധനും AGക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതീവ സൂക്ഷ്മതയോടെ നീങ്ങിയില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കാൻ ഇത് മതിയാകും. അതായത് ഹൈക്കോടതിയെ മാനേജ് ചെയ്യണം. ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ആരോപണം. പരാതി നിലനിൽക്കില്ലെന്ന് പറയാൻ ലോകായുക്തയ്ക്ക് അനുവാദമില്ലെന്നും ഹർജിയിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം നൽകിയെന്നാണ് RS ശശികുമാറിന്റെ പരാതി. പണം അനുവദിച്ചതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായെന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞെങ്കിലും സെക്ഷൻ 14 പ്രകാരം ഡിക്ലറേഷൻ നൽകാനുള്ള തെളിവുകളില്ലെന്നായിരുന്നു ഉത്തരവ്. പരാതി ലോകായുക്തയുടെ അധികാര പരിധിയിലെ വരില്ലെന്ന് പറഞ്ഞാണ് ഉപലോകായുക്തമാരായ ബാബു മാത്യു P ജോസഫും ഫാറൂൺ അൽ റഷീദും ഹർജി തള്ളിയത്. ഈ ഉത്തരവുകൾ റദ്ദാക്കണമെന്ന് അപ്പീലിൽ പറയുന്നു. ഇരുവരും ഇപ്പോൾ പിണറായിക്കെതിരാണ്. ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റിയെന്ന പരാതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വിധിയിൽ സൂക്ഷ്മമായി വിമർശിച്ച ലോകായുക്ത സിറിയക് ജോസഫിന്റെ നിലപാടാണ് മുഖ്യമന്ത്രിക്ക് വിനയായത്. ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ വിധി പകർപ്പിലാണ് അപേക്ഷ കിട്ടാതെ പണം അനുവദിക്കേണ്ട തിടുക്കമുണ്ടായിരുന്നില്ല എന്നടക്കം വിമർശനം ഉന്നയിച്ചത്. എന്നാൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും തെളിവില്ലെന്ന് വിധിയിൽ ലോകായുക്ത ചൂണ്ടിക്കാട്ടിയത്. ഫണ്ട് വിനിയോഗം ലോകായുക്തയ്ക്ക് പരിശോധിക്കാമെന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മന്ത്രിസഭാ കാലാവധി തീർന്നെങ്കിലും പരാതി നിലനിൽക്കും. ഫണ്ട് അനുവദിച്ചിട്ടുള്ള മന്ത്രിസഭാ തീരുമാനം നയപരമായ തീരുമാനമല്ല, മറിച്ച് ഭരണപരമായ തീരുമാനമാണ്. പൊതുപണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫണ്ട് അനുവദിച്ചാൽ അപാകതകളുണ്ട്. CMDRF നിയമപ്രകാരമുള്ള ഒരു അപേക്ഷയും ഉണ്ടായിരുന്നില്ല. മന്ത്രിസഭാ യോഗത്തിന്റെ നോട്ടും ഉണ്ടായിരുന്നില്ല. മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിലും വിഷയം ഉൾപ്പെടുത്തിയിരുന്നില്ല. സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ വിവേചന അധികാരം ഏകപക്ഷീയമാകരുതെന്ന് സിറിയക് ജോസഫ് വിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിലാണ് കുരുക്ക്. സിറിയക് ജോസഫ് കണ്ടെത്തിയത് പൂർണ്ണമായി ക്രമക്കേടുകൾ മാത്രമാണ്. എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കുറ്റക്കാരല്ലെന്ന് പറയുന്നു. ഇതെങ്ങനെ ശരിയാകുമെന്നാണ് ഹർജിക്കാരന്റെ ചോദ്യം. ഒരു അപേക്ഷ പോലും ഇല്ലാതെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നത് എങ്ങനെ അംഗീകരിക്കുമെന്നാണ് ചോദ്യം. മന്ത്രിസഭയെ സ്വന്തം കുടുംബമായി കണ്ടതുകൊണ്ടാണ് പ്രയാസമാണ് ഉണ്ടായതെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നത് വെറുതെയല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന ഹർജിയിൽ 5 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകായുക്ത വിധി പറഞ്ഞത്. മരണശേഷം ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിനും കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ച വാഹനം ഇടിച്ചു മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിനും ഒരു അപേക്ഷാ രേഖ പോലുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചിരുന്നു. ഇത് അധികാര ദുർവിനിയോഗമെന്ന് കാട്ടി RS ശശികുമാർ നൽകിയ ഹർജിയാണ് ലോകായുക്ത ഫുൾ ബെഞ്ച് തള്ളിയത്. അപേക്ഷയില്ലാതെ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾക്ക് പണം അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത് രാജഭരണമല്ല. ഓരോ രൂപയ്ക്കും സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ലോകായുക്ത വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരാണ്. ഇവരുടെ നിയമനങ്ങൾ 1957 കേരള ഹൈക്കോടതി ജഡ്ജ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. അതായത് വിരമിച്ച ജഡ്ജിമാർക്ക് ശമ്പളം നൽകുന്നതിൽ മാത്രമല്ല ആക്ട് ബാധകം. പണ്ട് ജഡ്ജിമാർ പൊതുസമൂഹവുമായി ഇടപഴകിയിരുന്നില്ല. ഇതിന് കാരണം തങ്ങൾക്ക് മറ്റ് താല്പര്യങ്ങൾ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ്. ലോകായുക്തയെ സർക്കാർ ഗൗരവമായി എടുത്തിരുന്നില്ല. ഇത്തരത്തിൽ മുമ്പ് പാളിച്ച പറ്റിയത് കർണാടക സർക്കാരിനാണ്. അവർ ലോകായുക്തയുമായി നിയമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ അവരെ തന്നെ തിരിഞ്ഞുകുത്തിയിരുന്നു. ഇത്തരം നിയമ ഏജൻസികളെ ശ്രദ്ധിക്കണമെന്ന പാഠമാണ് സർക്കാരിന് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ലോകായുക്ത സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയാണ്. അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. കമ്മീഷനുകൾ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മികച്ച സർക്കാർ അഭിഭാഷകൻ പോലും ഹാജരാകാറില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പണി കിട്ടുന്നത്. മുമ്പ് ജലീലിന് പണി കിട്ടിയതും ഇങ്ങനെയാണ്. 2017 ജൂലൈ 27 മുതൽ 2018 ജാനുവരി 14 വരെയുള്ള 3 മന്ത്രിസഭാ തീരുമാനങ്ങൾ
തീരുമാനങ്ങളാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. 2019 ജാനുവരി 14 ഇത് പരിഗണിച്ച ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ഇതിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. പയസ് കുര്യാക്കോസ് മാന്യനായ ജഡ്ജിയായിരുന്നു. അദ്ദേഹം മാറിയ ശേഷമാണ് സിറിയക് ജോസഫിന്റെ ബെഞ്ചിൽ കേസ് എത്തിയത്. 2022 ഫെബ്രുവരി 5 വാദം ആരംഭിച്ച ഹർജിയിൽ മാർച്ച് 18 വാദം പൂർത്തിയായത്. ഹർജിയിന്മേലുള്ള വാദത്തിനിടെ ലോകായുക്ത നിയമം 14 വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഈ വകുപ്പ് പ്രകാരമുള്ള ലോകായുക്ത വിധിയിലാണ് KT ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. ഇന്ത്യയിലെ പരമോന്നത കോടതിയിലെ ഉത്തരവുകൾ അടിസ്ഥാനമാക്കിയാണ് ഹൈക്കോടതികൾ വിധി പറയുന്നത്. ഹൈക്കോടതി കേസിൽ സുപ്രീം കോടതിയുടെ വിധി ന്യായം തീർച്ചയായും പരാമർശിക്കപ്പെടും. അപ്പോൾ അത് ഹൈക്കോടതിക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അങ്ങനെ വരികയാണെങ്കിൽ ദുരിതാശ്വാസ നിധി വകമാറ്റിയതാണെന്ന് ഹൈക്കോടതി കണ്ടെത്തും. ഇപ്രകാരം കണ്ടെത്തിയാൽ പിണറായിക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും. കാരണം പൂർണ്ണമായി നിയമവിരുദ്ധമായാണ് ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്തിരിക്കുന്നത്.